വെൽക്കം ടു മാത്തമാറ്റിക്സ് ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൊറിയർ സീരീസ് ഓഫ് 2π പീരിയഡിക് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ എനി ഇൻ്റർവൽ ഓഫ് ലെങ്ത് 2π. അപ്പോൾ കഴിഞ്ഞ രണ്ട് സെക്ഷനിൽ നമ്മൾ പറഞ്ഞത് -π എന്ന ഇൻ്റർവെല്ലുള്ള ഫൊറിയർ സീരീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ അതിനെ ജനറലൈസ് ചെയ്യുക, കുറച്ചും കൂടി വലുതിലേക്കാക്കുകയാണ്. -π തന്നെ വരണമെന്നില്ല, ലെങ്ത് 2π ഉള്ള -πയുടെ ലെങ്ത് എത്ര? 2π തന്നെയാണ്. -π എന്നുള്ളതിൻ്റെ ലെങ്ത്ത് -π മുതൽ 0 വരെ ഒരു പയ്യും പിന്നെ 0 to π വരെ വേറൊരു പയ്യും, π + π 2π ആണ്. അല്ലെങ്കിൽ -π to πൻ്റെ ലെങ്ത്ത് എടുക്കുക, π - -π എന്ന് എടുത്താൽ 2π ആണ് ലെങ്ത്ത്. ഇനി 2π ലെങ്ത്ത് വെച്ചിട്ട് അതിനെ ജനറലൈസ് ചെയ്യുക. 2π ഉള്ള -π അല്ലാത്ത വേറെ ഇപ്പോൾ 0,2π അല്ലെങ്കിൽ -π/2, 3π/2 അല്ലെങ്കിൽ 2.5π, 4.5π. ഓക്കെ, 2.5π എന്ന് പറഞ്ഞാൽ 5/2π to 9/2π. അങ്ങനെ അതൊക്കെ എന്താ 2π ലെങ്ത്തുള്ള ഇൻ്റർവെലാണ്. അങ്ങനെ ലെങ്ത്ത് 2π ഉള്ള എല്ലാ ഇൻ്റർവെലുള്ള സംഭവങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സപ്പോസ് ദ ഗിവൺ 2π പീരിയഡിക് ഫംഗ്ഷൻ f of x be defined over any interval of length 2π. say the interval of the form λ, λ plus 2π. ലാംഡ നമ്മൾ -π, ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ കേസാണ് നമ്മളിപ്പം പഠിച്ചത്. എന്താ പെർട്ടിക്കുലർ? പൈക്ക് പകരം എന്ത് കൊടുത്താൽ മതി? -π കൊടുത്താൽ മതി. സോറി, ലാംഡക്ക് പകരം -π കൊടുത്താൽ മതി. ലാംഡ = -π എന്ന് കൊടുത്താൽ എന്താ വരിക? -π, -π plus 2π. -πയിലേക്ക് 2π കൂട്ടി എത്ര? +π. -π എന്ന് വരും, -π. അപ്പോൾ കഴിഞ്ഞ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൻ്റെ ഒരു പെർട്ടിക്കുലർ കേസാണ്. കഴിഞ്ഞ സെക്ഷൻ്റെ ജനറലൈസേഷനാണ് ഈ സെക്ഷൻ. Then the Fourier series is given by f of x equal to a0/2 plus summation n equal to 1 to infinity an cos nx plus bn sin nx, where a0 is equal to 1/π into integral lambda to lambda plus 2π f of x dx. An is 1/π integral lambda to lambda plus 2π f of x cos nx dx. Bn is 1/π into integral lambda to lambda plus 2π f of x sin nx dx. N is equal to 1, 2, 3 etc. Here also n is equal to 1, 2, 3 etc. If we put lambda equal to -π, we get integral -π to +π f of x dx, which is a0, which is the a0 in the previous section. -π to +π f of x cos nx dx. n in the previous section, bn in the previous section ഒക്കെ കിട്ടും നമുക്ക്. എന്ത് ചെയ്താൽ മതി? ലാംഡനെ, അപ്പോൾ ഈ സെക്ഷനും കഴിഞ്ഞ സെക്ഷനും നമ്മൾ വ്യത്യാസം, ലാംഡ = -π കൊടുത്താൽ ഈ ജനറൽ ഫോമിൽ ലാംഡക്ക് -π കൊടുത്താൽ കഴിഞ്ഞ സെക്ഷനിലെത്തി. ഓക്കെ, എന്തായാലും ഇത് വെച്ചിട്ട് നമുക്ക് ഇനി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക. ഓക്കെ, ഈ സെക്ഷനിലൊരു പ്രോബ്ലം. അപ്പോൾ കഴിഞ്ഞതിൻ്റെ അത്ര എളുപ്പമായിരിക്കില്ല ഇൻ്റഗ്രേഷൻ ഒന്നും അത്ര, കാരണം അവിടെയാണ് -π -a to a, ഇൻ്റഗ്രൽ -a to a വന്നാൽ നമുക്കുള്ള മെച്ചം എന്ന് ചോദിച്ചാൽ, ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ -a to a ഓഡ് ഫംഗ്ഷൻ 0യും, ഈവൻ ഫംഗ്ഷൻ ഫ്രം -a to a 2 times 0 to π അങ്ങനെ എളുപ്പമുണ്ട് നമുക്ക്. പക്ഷേ ഇവിടെ എന്തില്ല, ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ, ഫൈൻഡ് ഫോറിയർ സീരീസ് ഫംഗ്ഷൻ ഗിവൺ ബൈ f of x is equal to -1 -π/2 less than x less than π/2, -π/2 less than x less than π/2 plus 1 π/2 less than x less than 3π/2. f of x is equal to f of x plus 2π. f of x plus 2π is equal to f of x. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ, നമ്മളെ ഇൻ്റർവെൽ എന്താ? -π/2 മുതൽ 3π/2 വരെ. ലെങ്ത് എത്ര ഉള്ളത്? 3π/2. 1.5 -1.5 -1/2 എന്ന് പറഞ്ഞാൽ എത്ര? 1.5 + 1/2 2π അല്ലേ? -1/2ലേക്ക് 2π ആഡ് ചെയ്താൽ, -1/2πയിലേക്ക് 2π ആഡ് ചെയ്താലാണ് 1.5 π കിട്ടുക. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് വെൻ, ഓക്കെ ദിസ് ഈസ് വെൻ. ഓക്കെ, a0 ഇവിടെ കാണാം. a0 കണ്ടാൽ എന്താ കിട്ടുക? 1/π ഇൻറ്റു. അപ്പോൾ എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നത്? ഫൊറിയർ സീരീസ് ഈസ് ഗിവൺ ബൈ f of x is equal to a0/2 plus summation an cos nx plus bn sin nx എന്നൊക്കെ ഓർഡറിൽ തന്നെ എഴുതണം. എന്നിട്ട് വേണം a0 എഴുതാൻ. a0 എന്താ? ഒരു 1/π ഇൻറ്റു ഇൻ്റഗ്രൽ ലാംഡ ഹിയർ ലാംഡ ഈസ് -π/2. സോ ലാംഡ plus 2π. ഓക്കെ, ലാംഡ എത്ര? -π/2 ആണ്. -π/2 to 3π/2 f of x dx, which is equal to 1/π into, ഇതിനെ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. -π/2 മുതൽ 3π/2 വരെ നേരിട്ടല്ല, -π/2 മുതൽ π/2 വരെ -1 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ -π/2 to +π/2 1 dx പ്ലസ് π/2 മുതൽ 3π/2 വരെ
ഓക്കെ -1ഉം 1ഉം ആണ്. സോറി, ഇവിടെ 1ഉം -1ഉം കേട്ടോ. ഇവിടെ +1, ഇവിടെ -1 ആണ്. ആദ്യം 1 പിന്നെ -1. അപ്പോൾ ആദ്യം 1 പിന്നെ -1 dx which is equal to 1/π into integral dx എന്ന് പറഞ്ഞാൽ integral 1 dx എന്ന് പറഞ്ഞാൽ x ആണ്. x from -π/2 to π/2 വരും. -x from π/2 to 3π/2 വരും. which is equal to 1/π into π/2 -π/2 π എന്ന് വരും. -3π/2 -π/2. 3π/2 എന്ന് π/2 പോയാൽ π വരും. π - π 0 വരും. ദിസ് ഈസ് 0. 1/2 പൈന്ന് അര പൈ പോയാൽ 1 പൈ. π - π എന്ന് പറഞ്ഞാൽ 0. π - π is 0. So a0 is 0. a0 is 0. a0 is 0. Now an ഇവിടെ ചെയ്യാം നമുക്ക്. an ചെയ്ത് നോക്കുക. 1/π into integral -π/2 to 3π/2 f of x into cos nx dx which is equal to 1/π into integral -π/2 മുതൽ π/2 വരെ f of x 1 ആണ്. 1 into cos nx dx പ്ലസ് π/2 മുതൽ 3π/2 വരെ -1 into cos nx dx which is equal to 1/π into integral cos nx എന്ന് പറഞ്ഞാൽ sin nx by n -π/2 മുതൽ പ്ലസ് π/2 വരെ മൈനസ് again integral cos nx എന്ന് പറഞ്ഞാൽ sin nx by n from ഈ മൈനസ് ആണ് ഈ മൈനസ് ആയിട്ട് വന്നത് π/2 മുതൽ 3π/2 വരെ which is equal to 1/nπ. n പുറത്തെടുത്തു. nπ sin nπ/2 മൈനസ് sin n into -π/2. sin n into -π/2 പറഞ്ഞാൽ മൈനസ് sin nπ/2 ആണ്. പക്ഷേ ഒരു മൈനസ് ഡിനോമിനേറ്റർ നമ്മളെ എന്ത് കൊടുക്കാൻ വേണ്ടി ലോവർ ബൗണ്ട് കൊടുക്കാൻ വേണ്ടി വേറൊരു മൈനസും കൂടി വരും. അപ്പോൾ 2 മൈനസ് വരും. അപ്പോൾ പ്ലസ് sin nπ/2 വരും. അപ്പോൾ 2 sin nπ/2 വരും. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും ഇതിൽ നിന്ന് ആക്കുക. അപ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, അല്ലാതെ കൂടുതൽ സ്റ്റെപ്പ് ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ സ്റ്റെപ്പ് മനസ്സിലാക്കുക. സൈൻ ആദ്യം nπ/2 വരും. പിന്നെ മൈനസ് എന്താ വരിക, sin nπ/2 വരും. പിന്നെ മൈനസ് sin nπ into -nπ/2 -nπ/2. ഈ sin -nπ/2 എന്താ വരും, sin -x -sin x. ഈ മൈനസ് ഇവിടെ വരും. ഒരു മൈനസ് അത് പ്ലസ് ആവും. അപ്പോൾ sin nπ/2 പ്ലസ് sin nπ/2 എന്ത് വരും, 2 sin nπ/2 വരും. 2 sin nπ/2 മൈനസ് sin 3nπ/2 sin 3nπ/2 sin n into 3π/2 3π/2 n 3nπ/2 3nπ/2 മൈനസ് മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് വരും. പ്ലസ് സൈൻ n into π/2 sin nπ/2 വീണ്ടും sin nπ/2 വരും. വീണ്ടും sin nπ/2 വരും എന്ന് പറഞ്ഞാൽ ഇവിടെ കൂട്ടാം, നമുക്ക് ഒന്നും കൂടി കൂട്ടാം. 3 sin nπ/2 ആവും. അപ്പോൾ 3 sin nπ/2 മൈനസ് sin 3nπ/2 3 sin nπ/2 മൈനസ് ശരിയാണ് 3 sin nπ/2 മൈനസ് sin 3nπ/2. ഓക്കെ, ഇതാണ്. ഇനി നോക്ക്, sin 3nπ/2 എന്താ, sin 1/2 അല്ലെങ്കിൽ 1/2 nπ എന്ന് പറഞ്ഞാൽ 2nπ മൈനസ് nπ/2. Now sin 3nπ/2 is equal to sin 2nπ മൈനസ് nπ/2. ഇതാണ് സാധനം. കാരണം 4nπ എന്ന് ഒരു nπ പോയി 3nπ/2 ആണല്ലോ ഇത്. 2nπ nπ/2 പോയതാണ് എന്ത്, 2 1/2 പോയതാണല്ലോ 1/2. 3/2 എന്ന് പറഞ്ഞാൽ എത്ര,
2 അര പോയത്, 2 അര പോയാൽ 1.5, 1.5 എന്ന് പറഞ്ഞാൽ 3/2. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഇനി നമുക്കറിയാം സൈൻ 2nπ മൈനസ് തീറ്റ ഈസ് മൈനസ് സൈൻ തീറ്റ അല്ലേ. സൈൻ 2nπ പ്ലസ് ഓർ മൈനസ് തീറ്റ സൈൻ തീറ്റയാണ്. സൈൻ മൈനസ് nπ/2 ആണ് ഇവിടെ വരിക. സൈൻ മൈനസ് nπ/2. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റൂ. സൈൻ a മൈനസ് ബിനെ നിങ്ങൾ ഇങ്ങനെ എഴുതുക. സൈൻ a മൈനസ് ബിനെ എന്ത് ചെയ്താൽ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി വെച്ച് ചെയ്താലും മതി. അപ്പോഴും നിങ്ങൾക്ക് കിട്ടും സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ എ കോസ് ബി എന്ന് പറഞ്ഞത് ഇത് 0 ആയി പോകും. അപ്പോൾ 0 മൈനസ് സൈൻ nπ/2 സൈൻ nπ/2 എന്ന് കിട്ടും. അപ്പോൾ മൈനസ് സൈൻ nπ/2 എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ nπ സൈൻ ഓഫ് മൈനസ് nπ/2 പറഞ്ഞാൽ മൈനസ് സൈൻ nπ/2 മൈനസ് സൈൻ nπ/2. അപ്പോൾ ഇത് എത്ര അറിയോ ശരിക്ക്? therefore an is equal to an വരിക 1/nπ into 3 sin nπ/2 മൈനസ് സൈൻ nπ/2 പ്ലസ്. അപ്പോൾ എന്താവും 3 sin nπ/2 മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് സൈൻ nπ/2. അപ്പോൾ 3 sin nπ/2 പ്ലസ് nπ/2 എന്ന് പറഞ്ഞാൽ 4 sin nπ/2 sin nπ/2. അപ്പോൾ 4/nπ ഇൻറ്റു ആൻസർ വരിക 4/nπ ഇൻറ്റു സൈൻ nπ/2 അതന്നെ, വിച്ച് ഈസ് ഈക്വൽ ടു 4/nπ ഇൻറ്റു സൈൻ nπ/2. ഇതാണ് എന്ത് വരിക? ഇതാണ് നമ്മുടെ an വന്നത്. an കിട്ടി. ഇനി നമുക്ക് bn കൂടി കാണണം. an നമുക്ക് ഒന്നുകൂടി മാറ്റി ഇങ്ങനെ എഴുതട്ടോ. an ഒന്നുകൂടി മാറ്റി ഇങ്ങനെ എഴുതാം. an എന്ന് പറഞ്ഞാൽ സൈൻ nπ/2ൻ്റെ വില എന്താ അറിയോ? സൈൻ nπ/2ൻ്റെ വില എന്താണെന്ന് വെച്ചാൽ സൈൻ nπ/2ൻ്റെ വില ഇത് എപ്പോഴും നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു സാധനം കേട്ടോ. സൈൻ nπ/2ൻ്റെ വില ഈവൻ ആകുമ്പോൾ ഈവൻ ആകുമ്പോൾ 0. കാരണം എന്താ 2π/2 എന്ന് പറഞ്ഞാൽ സൈൻ പൈ 0, സൈൻ 4π/2 എന്ന് പറഞ്ഞാൽ സൈൻ 2π 0. ഈവൻ ആകുമ്പോഴൊക്കെ 0. ഓടാകുമ്പോൾ തന്നെ ഓട് ഏത് 4k+1 ഫോമിലുള്ള 4ൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് 1 ഫോമിലുള്ള 1, 5, 9 ഇങ്ങനെയുള്ള 1, 5, 9, 13 അങ്ങനെയുള്ള എന്ത് 4ൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് 1, 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് 0, 0 പ്ലസ് 1, അല്ലെങ്കിൽ 4ൻ്റെ മൾട്ടിപ്പിൾ ആയ 4 പ്ലസ് 1 5, 8 പ്ലസ് 1 9, 4ൻ്റെ മൾട്ടിപ്പിൾ ആയ 12 പ്ലസ് 1 13, അങ്ങനെ 1, 4, 5, 9, 13, 17 എക്സെട്ര. അത് വരികയാണെങ്കിൽ എന്താ വരിക? സൈൻ 4π/2 അല്ലെങ്കിൽ ഇതൊക്കെ വരിക സൈൻ π/2 വരിക. സൈൻ π/2 എന്ന് പറഞ്ഞാൽ എന്താ +1 ആണ്. +1 -1 വരും. എപ്പോൾ എന്ന് അറിയോ? 3π/2 7π/2 ഒക്കെ വരും. n 3, 7, 11 ഒക്കെ വരുമ്പോൾ 4k+3 ഫോമിലുള്ള n is equal to 4k+3 മോഡലിലുള്ളതിനൊക്കെ എന്താ വരിക? -1 വരിക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? ഇതിൻ്റെ ആൻസർ വരിക 4 ഇത് 0 വരും. എപ്പോൾ n ഈവൻ ആകുമ്പോൾ 0. ഇത് 1 വരും. എപ്പോൾ 1 × 4/nπ എന്ന് വരും. എപ്പോൾ 4/nπ എന്ന് വരും. എപ്പോൾ n is equal to 1, 5, 9, 13 എക്സെട്ര. -4/nπ വരും. എപ്പോൾ n is equal to 3, 7, 11 എക്സെട്ര. ഇത്രയും കിട്ടും. ഇനിയാണ് നമ്മളെ bn കണ്ടാൽ 1/π ഇൻറ്റു ഇൻ്റഗ്രൽ -π/2 to 3π/2 f of x sin nx dx which is equal to 1/π ഇൻറ്റു ഓക്കെ. ഇത് എക്സസൈസ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഈസിയാണ്, വളരെ ഈസിയാണ്. എന്താ വെച്ചാൽ ഞാൻ ചെയ്തത് കൊണ്ട് നിങ്ങൾക്കിത് വളരെ ഈസി ആയിരിക്കും. ഇതും എങ്ങനെ ചെയ്യേണ്ടത്? 1/π ഇൻറ്റു -π/2 മുതൽ +π/2 വരെ f of x -π/2 വരെ +π/2 വരെ f of x +1 ആണ്. 1 ഇൻറ്റു sin nx dx പ്ലസ് π/2 to 3π/2 f of x എന്താ? -1 sin nx dx. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അവിടെയും നിങ്ങൾക്ക് നേരത്തെ പോലെ എന്ത് വരും അറിയോ? 3 cos nπ/2 മൈനസ് cos 3 nπ/2 എന്നൊക്കെ വരും. cos 3 nπ/2 വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാറ്? cos 3 nπ/2 നിങ്ങൾക്ക് എന്ത് ചെയ്യാറ്? cos 2 nπ മൈനസ് nπ/2 എന്ന് എഴുതുക. ഇത് വീണ്ടും എന്ത് വരിക? cos 2nπ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ cos തീറ്റയാണ്. cos മൈനസ് തീറ്റ cos -nπ/2 എന്ന് പറഞ്ഞാൽ cos nπ/2 തന്നെ വരിക. cos nπ/2. അപ്പം നിങ്ങൾക്ക് നേരത്തെ എന്ത് വരുമോ?
ഇവിടെ ഒരു 3 അല്ല, ഇവിടെ കോസ് 3nπ/2 കോസ് nπ/2 മൈനസ് കോസ് 3nπ/2 എന്നാണ് വരിക. അപ്പോൾ ഇത് മൈനസ് ഇത് രണ്ടും സെയിം ആയി വരും. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ 0 എന്ന് കിട്ടും. എന്താ കിട്ടുക? ബി എൻ 0 എന്ന് കിട്ടും. ബി എൻ 0 എന്ന് കിട്ടും. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഓക്കെ, എഫ് ഓഫ് എക്സിന് +1ഉം -1ഉം കൊടുക്കുക, 2 ഇൻ്റർവെൽ. ഏതൊക്കെ ഇൻ്റർവെൽ? -π/2 മുതൽ +π/2 വരെ +1ഉം, π/2 മുതൽ 3π/2 വരെ -1ഉം കൊടുത്തിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ കിട്ടും. ഇത് തന്നെയാണ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് മൈനസ് ഇത് സെയിം ആയതുകൊണ്ട് 0 വരും. ബി എൻ 0യും വരും. ദെയർഫോർ നമ്മളെ സീരീസ് എന്താ വരിക? ഫൊറിയർ സീരീസ് എന്താ വരിക? ഫൊറിയർ സീരീസ് ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു a0/2. a0 എന്തായിരുന്നു? 0 ആണ്. പ്ലസ് സമ്മേഷൻ an sin nx മാത്രം വരും. സമ്മേഷൻ ബി എന്നും 0 ആണ്. അപ്പോൾ an sin nx മാത്രമായി മാറും. സമ്മേഷൻ an sin nx വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ 4/nπ. 4/π പുറത്തെടുക്കുക. 4/π പുറത്തെടുത്താൽ സമ്മേഷൻ 4/π പുറത്തെടുത്താൽ 1ന് എന്താ വരിക? 1ന് 4/π 1/1 എന്നാണ് വരിക. അപ്പോൾ sin x വരും. 4ന് sin x മാത്രം 4/π ഇൻറ്റു sin x. 2ന് 0, 3ക്ക് -4/3 എന്നാണ് വരിക. അപ്പോൾ 4ന്റെ പുറത്തെടുത്തോണ്ട് -1/3 മൈനസ് sin 3x/3 പ്ലസ് sin 5x/5 മൈനസ് sin 7x/7 പ്ലസ് എക്സെട്ര എന്ന് വരും. ഇതാണ് നമ്മളെ സീരീസ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4/π ഇൻറ്റു an സൈൻ അല്ലല്ലോ, കോസ് അല്ലേ? ആൻഡ് കോസ് എൻ എക്സ് ആണ്. കോസ് എൻ എക്സ്. അപ്പോൾ കോസ് എക്സ് മൈനസ് കോസ് 3x/3 പ്ലസ് കോസ് 5x/5 മൈനസ് കോസ് 7. കോസ് ആണ് വരിക കേട്ടോ. സോറി, കോസ് ആണ് വരിക. കാരണം an കോസ് ആണല്ലോ, ബി എൻ ആണല്ലോ സൈന്. ബി എന്നിൻ്റെ ഒപ്പമാണല്ലോ സൈന് വരിക. ആനിൻ്റെ കൂടെ കോസ് ആണ്, കോസ് എൻ എക്സ്. അപ്പോൾ 4/5 ഇൻറ്റു കോസ് എക്സ് മൈനസ് കോസ് 3x/3 പ്ലസ് കോസ് 5x/5 മൈനസ് കോസ് 7x/7 പ്ലസ് എക്സെട്ര. ഇതിൽ നിന്ന് നമുക്ക് എക്സിന് 0 കൊടുത്താൽ 1 - 1/3 പ്ലസ് 1/5 മൈനസ് 1/7 എക്സെട്ര ഈസ് ഈക്വൽ ടു π/4 എന്ന് കിട്ടും. എഫ് ഓഫ് 0 1 ആ വരിക. 1 ഇവിടെ എത്തും. പൈനെ അങ്ങോട്ട് എടുക്കുക, 4നെ അങ്ങോട്ട് എടുത്താൽ π/4 ഈസ് ഈക്വൽ ടു 1 - 1/3 പ്ലസ് 1/5 മൈനസ് 1/7 എക്സെട്ര. മാധവ് ഗ്രിഗറി സീരീസ് ഇവിടുന്ന് നമുക്ക് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ പ്രോബ്ലംസ് ഞാൻ ഹോംവർക്ക് ആയിട്ട് തരാം. ഓക്കെ.